ആ പ്രവീണേ, ഇല്ല ഞാനിവിടെ ഈ പാലത്തിൻ്റെ അവിടേക്ക് എത്തുന്നുള്ളൂടാ. ആ ഞാനിപ്പോൾ വിളിക്കാം. വിളിക്കാം. ഉപ്പ നിനക്കെന്നെ മനസ്സിലായോ? ഈ ഷുക്കൂറല്ലേ? അതെപ്പാ എനിക്ക് മനസ്സിലായി. നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ? ഞാനിപ്പോ ഇവിടെയാണ്. ആരുമില്ലല്ലോ. ഞാൻ ഇവിടെ ഇരിക്കും. പള്ളിയിൽ പോയി കിടക്കും, ഇവിടെ ഇരിക്കും. ഞാൻ ഇപ്പൊ ആരും ഇല്ലാത്തവനാ. നിങ്ങളെ എന്റെ മക്കളൊക്കെ എന്നെ കൈവിട്ട്, ഞാൻ വളർത്തിണ്ടാക്കിയ മക്കളൊക്കെ എന്നെ കൈവിട്ട്. നിങ്ങളെ ഞാൻ എന്ത് നിശ്ചയില്ല. നിങ്ങൾക്കറിയണ്ട. ഒന്നുമില്ലെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ ചെയ്തത്. അവരിന്നെ എനിക്ക് ആരുമില്ല മോനെ, ആരുമില്ല. ആരും ഇല്ലാത്തവർക്ക് പടച്ചോണ്ടിപ്പാ. നിങ്ങളെ 3 മക്കളല്ലേ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളൂ. നമുക്കൊരു മൂത്ത മോളില്ലേ, ഓളടുത്ത് പോവാൻ. ഞങ്ങളെ പെരേക്ക് പോരാ നിങ്ങൾക്ക്. നീക്കി. ഇതിപ്പോ മോനെ ഞാന് നിങ്ങളൊന്നും വിചാരിക്കണ്ട. അവിടെ എനിക്ക് ഉപ്പയമ്മയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ. വരി. സുലിയോ ഇറങ്ങ കേറിക്കോളി. സുലിയോ ഇവിടെ വന്നാ ധാരാ വന്നിട്ട് നോക്ക്. ഇപ്പൊ കറിയുണ്ട്. അതൊക്കെ പറയാം. അവിടെ പള്ളിയിലെ അത്ര കിടക്കല്. ആ പാലത്തിന്റെ അവിടെ ഉള്ളേ. നമ്മുടെ കുടിയെന്ന് ഏത് കുടിയും കുമ്പളൊന്നും ഇല്ലാത്ത ഒരാളല്ലേ ഇപ്പൊ ഞാൻ. എന്താണ് ആ പാലത്തിന്റെ അവിടെ ഉള്ള ആലില് ഞാൻ അതിൽ വരുമ്പോ കണ്ടതാ. ഞാൻ പ്രതീക്ഷയില്ല. ഒരു ഫോൺ വന്നപ്പോ വണ്ടി നിർത്തി സംസാരിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കല് പള്ളിയിൽ കിടക്കുകയും ചെയ്യും. പള്ളി ഉണ്ടല്ലോ, കിടക്കാന് സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ നിഷത്താത്തിയും സുമുത്താത്തിയും നീനൊക്കെ എന്തേ? ആർക്കും വേണ്ട. പാപ്പാന് ആർക്കും വേണ്ട. എന്താ ഒരുപാടാക്കി.
എനിക്കറിയാഞ്ഞിട്ടല്ല ഞാനോട് പറയാനില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്തെങ്കിലും ഈ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഉപ്പാന്റെ സ്വത്തും പണമൊക്കെ വാങ്ങിച്ചു. ഇപ്പൊ ആർക്കും ഉപ്പാനെ വേണ്ട. അതന്നെ എന്നെ ഉപ്പാനെ വേണ്ട. സ്വത്തും മുതലൊക്കെ വേണ്ടി പിന്നെ ഉപ്പാൻ ആർക്കും വേണ്ട. ഞാൻ ആരും ഇല്ലാത്ത ഒരാളായി. നിങ്ങൾ എന്ത് വർത്താനം ഈ പറഞ്ഞത്? നിങ്ങക്ക് ഞങ്ങളില്ലേ? ഞാനിങ്ങനെ മൂത്ത മോളല്ലേ? നിങ്ങൾക്ക് തന്നെ അല്ലേ വരെ പറ്റാതിരുന്നുണ്ടായിരുന്നത്? അത് ഞാൻ മനസ്സിലാക്കിയില്ല. അത് ഞാൻ അത്ര മനസ്സിലാക്കിയില്ല. നിങ്ങളുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. വായു ഒന്ന് റൂമിൽ വന്ന് കിടക്കല്ല. കഞ്ഞി എന്തെങ്കിലും കൊടുക്കും. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്നാ ഞാൻ കഞ്ഞി എടുക്കാം. ഇനി എന്തിനാ വിഷമിക്കണ്? മോളടുത്ത് എത്തിയില്ലേ? നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ വിഷമുണ്ട് പോനെ. വിഷമുണ്ട്. ഞാൻ എന്താ അന്ന് നിങ്ങളെ ഞാനാണ് ദ്രോഹിച്ചത് ഞാനാണ്. അതൊക്കെ കഴിഞ്ഞു പോയില്ലേപ്പാ. ഞാൻ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ഞാനന്ന് എന്ത് ചെയ്ത് അന്നൊക്കെ അങ്ങനെ തോന്നി. കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ലേ കേട്ടോ. അതിപ്പോ ഏതൊരു ഉപ്പായാലും അങ്ങനെ തന്നെയല്ലേ. അത്രേ ഞാൻ കൂട്ടുന്നുള്ളൂ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഉപ്പ അതെ, ഞാൻ നിങ്ങളെ മോളെ കൊടുന്നതേ വഴി ഉപേക്ഷിക്കാനൊന്നല്ല. മനസ്സിലായി. അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ ബേജാറാവൊന്നും വേണ്ട. കഴിഞ്ഞു പോയതൊക്കെ പോയി. ഒക്കെ മോളിൽ ഒരാള് കാണുന്നുണ്ട്. സങ്കടപ്പെടണ്ട. ഇല്ല, ഇനി ഒരു സങ്കടമില്ല. ഞാനൊന്നും ആലോചിക്കണമില്ല. ആലോചിച്ചാക്ക് നില കിട്ടൂല. ഉപ്പ, എന്റെ ഉപ്പാന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇനി എന്നും ഇവിടെ വേണം കേട്ടോ. ആ സ്നേഹം ഒതുക്കേ. സുലോ, നിങ്ങളാണ് എന്റെ മക്കൾ. കഞ്ഞിയുണ്ടേ. നിങ്ങളെന്റെ മക്കൾ. കരയണ്ട. എല്ലാരും എന്നെ കൈവിട്ടിട്ടില്ല. പടച്ചോനെ കാത്തക്കണം. കരയില്ലേ നിങ്ങൾ പോരി.